ഗുഡ് മോർണിംഗ്. ഇന്ന് ചിങ്ങം 1 ഇന്ന് കർഷക ദിനം എന്ന് പറയുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെയാണ് ചിങ്ങം 1 കർഷക ദിനത്തിനെ കൂടുതലായിട്ടും ഞങ്ങൾ ഓർക്കാറുള്ളത് കേട്ടോ. കാരണം അന്ന് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഘോഷങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഓണം ചിങ്ങം 1 മിക്കപ്പോഴും നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെയും ഓണം സെലിബ്രേഷൻ ഉണ്ടാവുക. അപ്പോൾ അന്ന് പൂക്കള മത്സരം ഉണ്ടാകും, പിന്നെ കുറച്ചധികം കവിതാ മത്സരം, കവിതാ എഴുത്ത്, കവിതാ പാരായണം, അങ്ങനെ ഒരുപാട് നല്ല നല്ല കളികളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഓർമ്മയുണ്ടോ എനിക്ക് ചിങ്ങം 1 നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? പിന്നെ അതെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തത് മീഷോയിൽ നിന്നും വെറും 153 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്പൂൺ ഓർഗനൈസറാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ട്. സത്യം പറഞ്ഞാൽ സ്പൂൺ ഇട്ട് വെക്കണോ വല്ല ഫ്ലവർ ഇട്ട് വെച്ച് നല്ല സുന്ദരിമണിയായിട്ട് വെക്കണോ എന്നുള്ള കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടാണ്. ഒരു കിളിക്കൂട് പോലെ നല്ലൊരു പ്രാവിൻ്റെയും ഒരു കിളിയുടെയൊക്കെ ഒരു ഡിസൈനായിട്ട് നല്ല നെറ്റ്, നല്ല ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലായിട്ടോ വന്നിട്ടുള്ള 153 രൂപയ്ക്ക് ശരിക്കും വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ നല്ല സുന്ദരിമണിയായിട്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സ്റ്റേബിളാണ്, നല്ല ഭംഗിയിലൂടെ ഇരുന്നോളും. ഒട്ടും തന്നെ ഞാൻ കാണിച്ചിരുന്നത് അതിൻ്റെ അടിഭാഗത്തെ സീറ്റിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഒരു പെട്ടെന്നൊന്നും വീഴാത്ത രീതിയിൽ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മീഷോയിലൊന്ന് സെർച്ച് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മുടെ ചിങ്ങം 1 ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ നാട്ടുപച്ച എന്നറിയുന്ന ഒരു ചാനലിൽ നിന്നും നമ്മൾ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിത്തുകളാട്ടോ. കാരണം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മുന്നേ. ഞാൻ കുറച്ച് സാലഡ് വെള്ളരിയുടെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്നോ വൈറ്റ് സാലഡ് വെള്ളരി. എല്ലാം തന്നെ നല്ല വിത്തുകളാണ്, എല്ലാം മുളച്ചു, ഒന്നുപോലും കിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഈൽഡും ഉണ്ടായിരുന്നു. നല്ലപോലെ എനിക്ക് സാലഡ് വെള്ളരി കിട്ടി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇട്ടേക്കാം, നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. നല്ലതായിരുന്നു, നല്ല വലിപ്പത്തിലുള്ള വെള്ളരി ഒരുപാട് നാളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ശ്രദ്ധക്കുറവോട്ട് പുഴുക്കുത്ത് വന്നിട്ട് ആ ചെടി നാശമായിപ്പോയി. എങ്കിലും അതിൽ ഒരുപാട് വെള്ളരി ഉണ്ടായിരുന്നതാ. ഈ കാണുന്നത് കേട്ടോ സാലഡ് വെള്ളരി. ഞാൻ ഇപ്പോൾ വെണ്ട വിത്ത്, അങ്ങനെ പാവലിൻ്റെ വിത്ത്, മുളക്, സിറാ മുളക്, അങ്ങനെയുള്ളത് കുറച്ച് നല്ല വിത്തുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കും ഒരു കർഷക ദിനമായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു കുട്ടി വീഡിയോ ആണ്. അടുത്ത വീഡിയോ കാണുന്നത്. ടാറ്റാ.